ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ പുകവലി നിങ്ങളെ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം പറയുന്ന സത്യം. ഒരു സിഗരറ്റ് കത്തിക്കുമ്പോൾ നിങ്ങൾ വെറും പുകയല്ല ശ്വസിക്കുന്നത്. നിങ്ങളുടെ ശ്വാസകോശവും ഹൃദയവും മസ്തിഷ്കവും ഭാവിയും മന്ദഗതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. പലർക്കും തോന്നും, ഞാൻ വർഷങ്ങളായി പുകവലിക്കുന്നു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സത്യം എന്തെന്നാൽ പുകവലി പലപ്പോഴും ഒരാളെ പെട്ടെന്ന് കൊല്ലില്ല. അതൊരു സ്ലോ പോയിസണാണ്. ഓരോ ദിവസവും അകത്തുനിന്ന് ശരീരം തകർക്കുന്ന ഒരു വിഷമാണത്. ശാസ്ത്രം പറയുന്നത് എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം ലോകത്ത് ഓരോ വർഷവും 80 ലക്ഷത്തിലധികം ആളുകൾ പുകയില ഉപയോഗം കാരണം മരിക്കുന്നു. ഒരു സിഗരറ്റിൽ 7000-ത്തിലധികം രാസവസ്തുക്കളുണ്ട്. അവയിൽ പലതും വിഷമാണ്. ടാറ്, കാർബൺ മോണോക്സൈഡ്, ഫോമാൽഡിഹൈഡ്, ആർസനിക് ഇവ ശരീരത്തിനുള്ളിൽ കയറുന്ന നിമിഷം തന്നെ ആക്രമണം തുടങ്ങുന്നു. ഇത് ആദ്യം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. നമ്മുടെ ശ്വാസകോശത്തിനുള്ളിൽ ആൽവിയോളി എന്ന ചെറിയ വായുസഞ്ചികളുണ്ട്. അവയാണ് ശരീരത്തിന് ഓക്സിജൻ നൽകുന്നത്. പുകവലി ഈ സഞ്ചികളെ പതുക്കെ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പല പുകവലിക്കാരും ആദ്യം ചെറിയ ചുമയോടെ തുടങ്ങുന്നത്. പിന്നീട് പടികൾ കയറാൻ പോലും ബുദ്ധിമുട്ടുന്നു. COPD പോലുള്ള ഗുരുതര ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഒരിക്കൽ ശ്വാസകോശം വലിയ രീതിയിൽ നശിച്ചാൽ പൂർണ്ണമായി പഴയ നിലയിലേക്ക് മടങ്ങുക വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ അപകടം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പുകവലി ഹൃദയത്തെയും ആക്രമിക്കുന്നു. നിക്കോട്ടിൻ രക്തസമ്മർദ്ദം ഉയർത്തുന്നു. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഓക്സിജൻ കുറയ്ക്കുന്നു. രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. അതിൻ്റെ ഫലം ഹൃദയ ആഘാതത്തിൻ്റെയും സ്ട്രോക്കിൻ്റെയും സാധ്യത വളരെ കൂടുതലാകുന്നു. ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നത് പുകവലിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണെന്ന്. അതിനുശേഷം വരുന്നത് ക്യാൻസർ. പലർക്കും അറിയുന്നത് ലങ് ക്യാൻസർ മാത്രം. പക്ഷേ പുകവലി വായ്, തൊണ്ട, അന്നനാളം, വയർ, മൂത്രാശയം, പാൻക്രിയാസ് തുടങ്ങിയ പല ക്യാൻസറുകൾക്കും കാരണമാകുന്നു. ഓരോ സിഗരറ്റും നിങ്ങളുടെ DNA വരെ തകർക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ശരീരം ഓരോ ദിവസവും നിങ്ങളെ ജീവനോടെ നിലനിർത്താൻ പരിശ്രമിക്കുന്നു. പക്ഷേ പുകവലി ഓരോ ദിവസവും അതിനെ തകർക്കുകയാണ്. ഇതിലും അപകടകരമായ, ഇതിലും ഡേഞ്ചറസായ മറ്റൊരു കാര്യമുണ്ട്. പുകവലി മസ്തിഷ്കത്തെ അടിമയാക്കുന്നു. നിക്കോട്ടിൻ നമ്മുടെ ഡോപാമിൻ സിസ്റ്റത്തിനെ ബാധിക്കുന്നു. അത് കുറച്ച് നിമിഷങ്ങൾ ആശ്വാസം നൽകുന്നത് പോലെ നമുക്ക് തോന്നിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു ട്രാപ്പാണ്. സിഗരറ്റ് ആദ്യം അസ്വസ്ഥത സൃഷ്ടിക്കും. പിന്നെ അതേ സിഗരറ്റ് തന്നെ ഇതാണ് ആശ്വാസം എന്ന് മസ്തിഷ്കത്തെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. പുകവലി ഒരാളെ മാത്രം ബാധിക്കുന്നില്ല,
ഒരാൾ വീട്ടിൽ പുകവലിച്ചാൽ സെക്കൻഡ് ഹാൻഡ് സ്ട്രോക്ക് കാരണം വീട്ടിലുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും കുടുംബാംഗങ്ങൾക്കും രോഗസാധ്യത വർദ്ധിക്കുന്നു. അതായത് ആസ്മ, ലങ് ഇൻഫെക്ഷൻ, ഹാർട്ട് ഡിസീസ്. അപ്പം പുകവലിക്കാത്തവരും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ശരീരം അത്ഭുതകരമായി സ്വയം സുഖപ്പെടാൻ കഴിവുള്ളതാണ്. നിങ്ങൾ പുകവലി നിർത്തുന്ന നിമിഷം മുതൽ ശരീരം റിപ്പയർ തുടങ്ങും. 20 മിനിറ്റിനുള്ളിൽ ഹാർട്ട് റേറ്റ് സാധാരണയിലേക്ക് മടങ്ങാൻ തുടങ്ങും. 12 മണിക്കൂറിനുള്ളിൽ കാർബൺ മോണോക്സൈഡ് കുറയും. ആഴ്ചകൾക്കുള്ളിൽ രക്തചംക്രമണം മെച്ചപ്പെടും. മാസങ്ങൾക്കുള്ളിൽ ശ്വാസകോശ പ്രവർത്തനം മെച്ചപ്പെടാൻ തുടങ്ങും. വർഷങ്ങൾക്ക് ശേഷം ഹൃദ്രോഗത്തിൻ്റെയും ക്യാൻസറിൻ്റെയും സാധ്യത ഗണ്യമായി കുറയും. നിങ്ങളുടെ ശരീരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്വാസകോശം ശുദ്ധവായു ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം നിങ്ങളെ ആരോഗ്യത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നു. അതെ, പുകവലി നിർത്തുന്നത് എളുപ്പമല്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥമാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ അത് വിജയകരമായി ഉപേക്ഷിച്ചിട്ടുണ്ട്. മെഡിക്കൽ സപ്പോർട്ട്, നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, എക്സസൈസ്, കൗൺസിലിംഗ് ഇവയെല്ലാം സഹായകരമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കും. ചില നിമിഷങ്ങളിലെ വ്യാജ ആശ്വാസത്തിനായി ഞാൻ എൻ്റെ ജീവിതം പതുക്കെ നശിപ്പിക്കുകയാണോ? ഒരു സിഗരറ്റ് ചെറിയതാണെന്ന് തോന്നാം, പക്ഷേ ആയിരക്കണക്കിന് സിഗരറ്റുകൾ ചേർന്നാൽ അത് നിങ്ങളുടെ ശ്വാസവും ആരോഗ്യവും പണവും ജീവിതവും മോഷ്ടിച്ചേക്കാം. നിങ്ങൾ പുകയുടെ അടിമയായി ജീവിക്കാൻ ജനിച്ചവരല്ല, സ്വതന്ത്രമായി ശ്വസിക്കാൻ ജനിച്ചവരാണ്. അതിനാൽ നിങ്ങൾ ഇന്ന് പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം നിർത്താം എന്ന് പറയരുത്. ആ ദിവസം ആക്കൂ. കാരണം നിങ്ങൾ ഒഴിവാക്കുന്ന ഓരോ സിഗരറ്റും ജീവിതത്തിലേക്കുള്ള ഒരു ചുവടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ബൈ. ഹാവ് എ നൈസ് ഡേ.